എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ റീഡിംഗ് ടോപ്പിക് എന്ന് പറയുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്നുണ്ടോ? അതായത് നിങ്ങളുടെ കണക്ഷൻ, നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ പ്രണയം എന്ന് പറയുന്നത് വളരെ ആത്മാർത്ഥതയുള്ളതാണോ, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ഇൻഫാക്ച്വേഷൻ അല്ലെങ്കിൽ ഒരു അട്രാക്ഷൻ മാത്രമാണോ എന്നുള്ള കാര്യമാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ നിങ്ങളുടെ പേഴ്സന്റെ ആ ഒരു ഇൻവോൾവ്മെന്റ് അല്ലെങ്കിൽ ആ ഒരു അറ്റാച്ച്മെന്റ് നിങ്ങളോട് എത്രമാത്രം ഈ റിലേഷൻഷിപ്പിലുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ എത്രത്തോളം ഈ വ്യക്തിയെ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ള കാര്യമാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. സോ ഇന്നത്തേത് ഒരു പൈൽ റീഡിംഗ് ആണ്. സോ ഇവിടെ നിങ്ങൾക്കായിട്ട് 4 പൈൽ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 4 പൈലാണ് ഞാൻ ഇവിടെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടം തോന്നുന്ന, ആകർഷണം തോന്നുന്ന ഒരു പൈൽ സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ മനസ്സ് ഏകാഗ്രമാക്കി വെക്കുക. മനസ്സിലുള്ള ചിന്തകളൊക്കെയും അല്പനേരത്തേക്ക് ഒന്ന് മാറ്റിവെക്കുക. വളരെ പോസിറ്റീവായിട്ടിരിക്കുക. നിങ്ങളുടെ പേഴ്സണെ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ആ ഒരു മെമ്മറീസ് ഒരു നിമിഷം നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. അതിനുശേഷം ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക. നല്ലപോലെ നിങ്ങൾ പ്രാർത്ഥിക്കുക. ഏറ്റവും ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിംഗ് കിട്ടാനായിട്ട് നല്ലതുപോലെ നിങ്ങൾ പ്രാർത്ഥിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് റീഡിംഗിലേക്ക് കടക്കാം. ഫസ്റ്റ് ഫയൽ തിരഞ്ഞെടുത്ത ആളുകൾ, നിങ്ങളുടെ റീഡിംഗ് ആണ് ഇനി പറയാൻ പോകുന്നത്. ഇവിടെ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് 5 ഓഫ് പെന്റക്കിൾസിന്റെ എനർജി ആണ്. ഓക്കെ, സോ ഇവിടെ ഡെഫിനറ്റ്ലി എനിക്ക് തോന്നുന്നത് ഒരുപാട് പേർക്ക് ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ തന്നെ ആയിരിക്കും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ. മേ ബി നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും സെപ്പറേഷൻ ഇഷ്യൂസ് അല്ലെങ്കിൽ സെപ്പറേഷൻ പ്രോബ്ലംസ് ഉണ്ടാകാം. മേ ബി മിസ്അണ്ടർസ്റ്റാൻഡിങ് എനർജി അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു കൺഫ്യൂഷൻസ് നിങ്ങൾക്കിടയിൽ ഉണ്ടാകാം. എന്തെങ്കിലും ഒരു ക്ലാരിറ്റി കിട്ടാനായിട്ട് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടാകാം. എന്തെങ്കിലും ചില കാര്യങ്ങളിലൊക്കെ ഒരു മിസ്റ്റേക്ക് നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ സംഭവിച്ചിട്ടുണ്ടാകാം ഈ റിലേഷൻഷിപ്പിൽ. സോ ഒരു സെപ്പറേഷൻ ഫേസ് ആയിരിക്കാം നിങ്ങൾ ഇപ്പോൾ നേരിടുന്നത്. മേ ബി ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടായിരിക്കാം. മേ ബി ലെസ് കോണ്ടാക്ട് ആയിരിക്കാം, ലെസ് കമ്മ്യൂണിക്കേഷൻ ആയിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളും ഈ ഒരു പേഴ്സണുമായിട്ട് ചിലപ്പോൾ സംസാരിക്കാൻ പറ്റാത്ത രീതിയിൽ അകലങ്ങളിലായിരിക്കാം എന്ന തരത്തിൽ കാണിക്കുന്നുണ്ട്. മേ ബി ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. മേ ബി ഫാമിലിയുടെ ഒരു സപ്പോർട്ട് ഇല്ലായ്മ അല്ലെങ്കിൽ സൊസൈറ്റി അക്സെപ്റ്റ് ചെയ്യാത്ത ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം. അല്ലെങ്കിൽ ഫാമിലിക്ക് ചിലപ്പോൾ ഈ റിലേഷൻഷിപ്പിൽ ഒട്ടും തന്നെ താല്പര്യമില്ലായ്മ അല്ലെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് നിൽക്കുന്ന ഒരു സിറ്റുവേഷനെ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്ന തരത്തിൽ കാണിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണ് എങ്കിൽ ഡെഫിനറ്റ്ലി ഇവിടെ ഒരു തേർഡ് പാർട്ടി ഇഷ്യൂ നിങ്ങൾക്കിടയിൽ ഉണ്ടാകാം. മേ ബി അത് ഫാമിലി ആയിരിക്കാം, അല്ലെങ്കിൽ ചില സിറ്റുവേഷൻസ് ആയിരിക്കാം, മേ ബി ഫിനാൻഷ്യൽ ആയിട്ടുള്ള ചില കാര്യങ്ങളായിരിക്കാം. ഓക്കെ, കാരണം ഇവിടെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഒരു ലോസിനെയും ഇവിടെ കാണിക്കുന്നുണ്ട്. മേ ബി ഫിനാൻഷ്യലി എന്തെങ്കിലും ഒരു സിറ്റുവേഷൻസ് കൊണ്ട് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഒരു ലോസ് കാരണം നിങ്ങൾക്കിടയിൽ ചില പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാകാം എന്ന തരത്തിൽ കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ തേർഡ് പാർട്ടി വളരെ സ്ട്രോങ് ആകാം. മേ ബി നിങ്ങൾക്കിടയിൽ മറ്റൊരു പേഴ്സന്റെ ഒരു എൻട്രി ഉണ്ടായിട്ടുണ്ടാകാം. ഓക്കെ, സോ നിങ്ങൾക്കിടയിൽ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ, ഇപ്പോഴത്തെ ലവ് സ്റ്റാറ്റസ് അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ് എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി ഒരു നിങ്ങൾക്ക് തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഇപ്പോൾ സംഭവിക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു കോണ്ടാക്റ്റ് ഇല്ല. നിങ്ങൾക്ക് രണ്ടുപേർക്കും ചില കാര്യങ്ങളിലൊക്കെ ക്ലാരിറ്റി വേണം എന്ന് കരുതുന്ന ഒരു സമയമായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, സോ റിയൽ ലവ് ആണോ അല്ലെങ്കിൽ ഇൻഫാക്ച്വേഷൻ ആണോ എന്നതിലുപരി ഇവിടെ വളരെ സ്ട്രോങ് ആയിട്ട് ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് എനർജിയാണ് ഫീൽ ചെയ്യുന്നത്. എത്രത്തോളം നിങ്ങൾ ലവ് ആണ് എന്ന് പറഞ്ഞാലും ഇപ്പോഴത്തെ നിങ്ങളുടെ സിറ്റുവേഷൻ മേ ബി ഒട്ടും തന്നെ കമ്മ്യൂണിക്കേഷൻ ഇല്ലായ്മ അല്ലെങ്കിൽ വളരെ സാഡ് ആൻഡ് എനർജി, വളരെ ഡീപ്പ് സോറോ അല്ലെങ്കിൽ വളരെയധികം പെയിൻഫുൾ സിറ്റുവേഷൻ ആണ് ഇവിടെ കാണപ്പെടുന്നത്. ചില ആളുകളുടെ ഒരു ഇൻഫ്ലുവൻസ് കൊണ്ടോ അല്ലെങ്കിൽ ചില സിറ്റുവേഷൻസ് കാരണമോ നിങ്ങൾക്കിടയിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾക്കിടയിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഇടയിൽ ഒരു ബ്ലോക്കേജസ് ഉണ്ടായിട്ടുണ്ട് എന്ന തരത്തിൽ കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു നിങ്ങൾക്കുള്ള റീഡിംഗ്. പൈൽ 2 നിങ്ങൾക്കുള്ള റീഡിംഗ് ആണ് ഇനി പറയാൻ പോകുന്നത്. ഇവിടെ 2 ഓഫ് വാൻസിന്റെ എനർജിയാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. അതായത് ഒരു കാര്യത്തിൽ നിങ്ങൾ വളരെയധികം പ്രതീക്ഷിച്ച് നിൽക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. മേ ബി നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ എന്തോ ഒരു റിസൾട്ടിന് വേണ്ടി, മേ ബി അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ സംബന്ധിക്കുന്നതാകാം, അല്ലെങ്കിൽ എന്തെങ്കിലും കരിയർ റിലേറ്റഡോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ടായിരിക്കാം. മേ ബി ഫാമിലിയുടെ ഒരു സപ്പോർട്ടിന് വേണ്ടി വെയിറ്റിംഗ് ആയിരിക്കാം. ഓക്കെ, സോ 2 തരത്തിലുള്ള ഒരു ചിന്തകൾ അല്ലെങ്കിൽ സിറ്റുവേഷൻസ് അല്ലെങ്കിൽ 2 പേഴ്സൺസിനെ ഹാൻഡിൽ ചെയ്യുന്ന ഒരു എനർജി കിട്ടുന്നുണ്ട്. മേ ബി ഈ പേഴ്സന്റെ ലൈഫിൽ നിങ്ങളെ
പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചില റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടായിരിക്കാം. മേ ബി ഈ പേഴ്സൻ്റെ പാരൻസ് അല്ലെങ്കിൽ ഫാമിലി ഈ പേഴ്സണെ ഡിപ്പെൻഡ് ചെയ്തുണ്ടാകാം. മേ ബി ഈ പേഴ്സൻ്റെ ലൈഫിൽ ഇപ്പോൾ കരിയറിന് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടുന്ന ഒരു സമയമായിരിക്കാം. മേ ബി ഇത് നിങ്ങളുടെ എനർജിയുമായിരിക്കാം. ഓക്കെ, അതേപോലെ തന്നെ മേ ബി നിങ്ങൾക്കിടയിൽ ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിരിക്കാം ഉള്ളത്. അല്ലെങ്കിൽ ചില ആളുകൾക്കെങ്കിലും ഒരു മൂവ് ഓൺ ചെയ്യണോ എന്നുള്ള ഒരു തോന്നൽ, അല്ലെങ്കിൽ ഇനിയും വെയിറ്റ് ചെയ്യണോ, ഇനി മൂവ് ഓൺ ചെയ്താൽ മതിയോ, അല്ലെങ്കിൽ ഇനിയും ഈ പേഴ്സൺ നിങ്ങൾക്ക് കമ്മിറ്റ്മെന്റ് തരാനായിട്ട് വൈകുന്നത് എന്താണ്, അല്ലെങ്കിൽ ഒരു സ്റ്റെബിലിറ്റി എപ്പോൾ വരും എന്ന തരത്തിലൊക്കെ ഒരുപാട് ചിന്തിക്കുന്നുണ്ട്. ഒരുപാട് ഓവർ തിങ്കിങ് എനർജി ഇവിടെ കിട്ടുന്നുണ്ട്. ഒരുപാട് തരത്തിൽ വെയിറ്റിംഗ് എനർജി കാണുന്നുണ്ട്. ഓക്കെ, മേ ബി ഒരുപാട് നിങ്ങൾക്കിപ്പോൾ കൺഫ്യൂസ്ഡ് സിറ്റുവേഷൻ ആയിരിക്കാം. മൂവ് ഓൺ ചെയ്യണോ വെയിറ്റ് ചെയ്യണോ എന്നുള്ള ഒരു കൺഫ്യൂഷനിൽ നിൽക്കുന്ന ഒരു എനർജി ആയിരിക്കാം. ചില ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് വരുന്നുണ്ടാകാം. മേ ബി കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കാം, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സക്സസ് നിങ്ങൾക്ക് ലഭിക്കാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. മേ ബി നിങ്ങൾക്ക് ഈ വ്യക്തിക്ക് ഒരുപാട് പ്രപ്പോസൽസ് വരുന്ന സമയം കൂടിയായിരിക്കാം. ഇപ്പോൾ നിങ്ങൾ ലവേഴ്സ് ആണ് എങ്കിൽ ഡെഫിനറ്റ്ലി ഇവിടെ ഒരു മാരേജ് പ്രപ്പോസലിനൊക്കെയുള്ള സാധ്യത കാണുന്നുണ്ട്. മേ ബി 2 ഓപ്ഷൻസ് നിങ്ങൾക്കുണ്ടാകാം. ഓക്കെ, ഏത് ചൂസ് ചെയ്യണം എന്നുള്ള ഒരു എനർജിയും കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു നിങ്ങൾക്കുള്ള റീഡിംഗ്. ഇനി നമുക്ക് തേർഡ് പൈൽ തിരഞ്ഞെടുത്ത ആളുകൾ നിങ്ങളുടെ റീഡിംഗ് ആണ് ഇനി പറയാൻ പോകുന്നത്. നിങ്ങൾക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് ഏസ് ഓഫ് കപ്സിന്റെ എനർജി ആണ്. ഓക്കെ, സോ ഏസ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു പ്രണയത്തിന്റെ കടലാണ് സൂചിപ്പിക്കുന്നത്. അത്രത്തോളം ഒരു ലവ്, അല്ലെങ്കിൽ അത്രത്തോളം ഒരു ഡീപ്പ് ബോണ്ടിങ് ആണ് കാണിക്കുന്നത്. ഒരു അൺകണ്ടീഷണൽ ലവ് എനർജിയാണ് ഫീൽ ചെയ്യുന്നത്. മേ ബി ട്രൂ സോൾമേറ്റ് എനർജി, ഒരു ട്വിൻ ഫ്ലെയിം എനർജി ഒക്കെ ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു ഡിവൈൻ യൂണിയനെ സൂചിപ്പിക്കുന്നുണ്ട്. ഓക്കെ, സോ വളരെയധികം പാഷനേറ്റ് ലവ്, വളരെയധികം ഇന്റിമേറ്റ് ലവ് ആണ് ഇവിടെ കാണിക്കുന്നത്. മേ ബി നിങ്ങൾക്ക് തമ്മിൽ അത്രത്തോളം ഒരു ലവ് എനർജിയിൽ നിൽക്കുന്ന ആളുകളായിരിക്കാം, അല്ലെങ്കിൽ അത്രത്തോളം നിങ്ങൾ ഈ പേഴ്സണെ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു മേ ബി നിങ്ങൾ മാരീഡ് ആയിട്ടുള്ള ആളുകളായിരിക്കും. ഒരു പാഷനേറ്റ് ലവ് കാണിക്കുന്നുണ്ട്, അല്ലെങ്കിൽ മേ ബി ഡീപ്പ് ആയിട്ടുള്ള ഒരു ലവ് ആയിരിക്കും. ഒരുപാട് വർഷമായിട്ട് നിങ്ങൾ ബോണ്ടിങ് ആയ ആളുകളായിരിക്കാം. മേ ബി എബവ് 10 ഇയേഴ്സ് എങ്കിലും, അല്ലെങ്കിൽ ഒരു 6 to 10 ഇയേഴ്സ് ആയിട്ടുണ്ടാവാം നിങ്ങൾ ഒരു റിലേഷൻഷിപ്പിലായിട്ട്, അല്ലെങ്കിൽ മേ ബി നിങ്ങൾ മാരീഡ് ആയിട്ട് ചിലപ്പോൾ അത്രയും ഒരു സമയമായിട്ടുണ്ടാകാം. മേ ബി അത്രത്തോളം ഒരു ലവ് അല്ലെങ്കിൽ കെയർ ഉള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ അത്രത്തോളം നിങ്ങൾ ഈ വ്യക്തിയെ നിങ്ങളുടെ ലൈഫിൽ ആഗ്രഹിക്കുന്ന ഒരു സമയമാണ്. മേ ബി ഈ വ്യക്തിക്കും അത്രത്തോളം ഒരു പാഷനേറ്റ് ലവ് നിങ്ങളോട് കാണുന്നുണ്ട്. ഓക്കെ, സോ ഏസ് ഓഫ് കപ്സിന്റെ എനർജി വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലവ് എനർജിയാണ്. ഒരു അൺകണ്ടീഷണൽ ലവ്, അല്ലെങ്കിൽ ഓവർഫ്ലോ ഓഫ് ലവ് ആണ് ഇവിടെ കാണിക്കുന്നത്. മേ ബി ഇനിയിപ്പോൾ നിങ്ങളുടെ സിറ്റുവേഷൻ എന്ത് തന്നെയാണെങ്കിലും ഇപ്പോഴത്തെ നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് ഫീലിംഗ് എന്ന് പറയുന്നത് ഒരു അൺകണ്ടീഷണൽ ലവ് അല്ലെങ്കിൽ പാഷൻ ആണ് നിങ്ങളോട് തോന്നുന്നത്. നിങ്ങൾക്ക് ഒരു സോളിഡ് ഓഫർ, അല്ലെങ്കിൽ ഒരു സ്ട്രോങ് കമ്മിറ്റ്മെന്റ് തരാൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുമായിട്ട് ഒരു ബ്യൂട്ടിഫുൾ റിലേഷൻഷിപ്പ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. മേ ബി മാരേജ് അല്ലെങ്കിൽ കമ്മിറ്റ്മെന്റ് നിങ്ങൾക്ക് ഈ വ്യക്തിയിൽ നിന്നും പ്രതീക്ഷിക്കാവുന്നതാണ്. നിങ്ങളെ നഷ്ടപ്പെടുത്താൻ ഒരിക്കലും ഈ വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ അത്രത്തോളം പാഷനേറ്റ്ലി ഈ വ്യക്തിയുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യുന്നുണ്ട് എന്ന തരത്തിൽ മനസ്സിലാകുന്നുണ്ട്. ഓക്കെ, സോ സ്ട്രോങ് കമ്മ്യൂണിക്കേഷൻ, സ്ട്രോങ് റീയൂണിയൻ എനർജിയാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. അതേപോലെ തന്നെ 1 എന്നുള്ള നമ്പർ നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടും ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, സോ ഇതാണ് ഈ റീഡിങ്ങിൽ എനിക്ക് കാണാൻ സാധിച്ചത്. 4ാമത്തെ പൈൽ തിരഞ്ഞെടുത്ത ആളുകൾ നിങ്ങളുടെ റീഡിംഗ് ആണ് ഇനി പറയാൻ പോകുന്നത്. നിങ്ങൾക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് ദ ഡെത്ത് കാർഡ് ആണ്. ഓക്കെ, സോ ഡെത്ത് കാർഡ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ സിറ്റുവേഷനിൽ ഒരു റീബർത്ത് ആണ് പറയുന്നത്. ഒരു ന്യൂ ബിഗിനിങ്, അല്ലെങ്കിൽ നിങ്ങളുടെ സിറ്റുവേഷൻ എന്ത് തന്നെയാണെങ്കിലും അതിലൊക്കെയും മാറ്റം വരുത്തി ഒരു പോസിറ്റീവ് ചേഞ്ച് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുമായിട്ട് ഇപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ഒക്കെ ആണെങ്കിൽ അതിലൊക്കെ മാറ്റം വരുത്തി നിങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യണം, നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ബിൽഡ് ചെയ്യണം, നിങ്ങളെ ഈ വ്യക്തിയുടെ ലൈഫിലേക്ക് കൊണ്ടുവരണം. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ വ്യക്തി വിചാരിക്കുന്നത്. അതായത് ഒരുപാട് റിലീസിങ് എനർജി കാണിക്കുന്നുണ്ട്. മേ ബി ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇഷ്യൂസ്, അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി ഇഷ്യൂസ് ആയിരിക്കാം, സെപ്പറേഷൻ ഇഷ്യൂസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റി, അല്ലെങ്കിൽ അതെല്ലാം വിട്ടുകളഞ്ഞുകൊണ്ട് പുതിയൊരു ലൈഫ്, അല്ലെങ്കിൽ പുതിയൊരു സ്റ്റാർട്ടിങ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. മേ ബി ചില ആളുകളെങ്കിലും പുതിയൊരു കരിയർ ചൂസ് ചെയ്യുന്ന ഒരു സമയമായിരിക്കാം. മേ ബി പുതിയ ഒരു ബിസിനസ്, അല്ലെങ്കിൽ പുതിയ സ്റ്റാർട്ടപ്സ് തുടങ്ങുന്ന സമയമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ഒരു ന്യൂ ബിഗിനിങ്ങിന്റെ എന്തെങ്കിലും ഒരു ടോക്സ് നടന്ന
വന്നിട്ടുണ്ടാകാം. നിങ്ങൾ ഒരുപാട് കാലമായിട്ട് ചിലപ്പോൾ നോ കോൺടാക്റ്റിലൊക്കെ ആയിരുന്ന ഒരു പേഴ്സൺ ആണെങ്കിൽ അതിലൊക്കെ ഒരു മാറ്റം ഈ ഒരു സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് 2 എന്നുള്ള നമ്പർ ആൻഡ് 5 എന്നുള്ള നമ്പർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണിക്കുന്നുണ്ട്. മേ ബി 2 ഡേയ്സ് അല്ലെങ്കിൽ 2 വീക്സ് അല്ലെങ്കിൽ 2 അവേഴ്സിനുള്ളിൽ നിങ്ങൾക്ക് ഈ പേഴ്സണിൽ നിന്നും എന്തെങ്കിലും തരത്തിലുള്ള ഒരു സൂചന, ഒരു പോസിറ്റീവ് ചേഞ്ച് അല്ലെങ്കിൽ മേ ബി ഒരു കോൺടാക്റ്റ്, കമ്മ്യൂണിക്കേഷൻ ഒക്കെ പ്രതീക്ഷിക്കാം. മേ ബി 5 എന്നുള്ള നമ്പറും ഇമ്പോർട്ടൻ്റ് ആണ്. സോ 5 ഡേയ്സ് അല്ലെങ്കിൽ 5 വീക്സ് ഓർ 5 അവേഴ്സിൻ്റെ ഉള്ളിൽ ഈ പേഴ്സൺ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്തേക്കാം. അല്ലെങ്കിൽ 2 and 5 മേ ബി നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സൻ്റെയോ ഡേറ്റ് ഓഫ് ബർത്ത് ആയിരിക്കാം. അല്ലെങ്കിൽ 25 നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സൻ്റെയോ ഏജ് ആയിരിക്കാം. ഓക്കെ, സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് 2 and 5 നമ്പേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണിക്കുന്നുണ്ട്. 25 എന്നുള്ള നമ്പറും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു നിങ്ങൾക്കുള്ള റീഡിംഗ്. ഈ റീഡിംഗ് ഒരു ജനറൽ റീഡിംഗ് ആണ്. സോ ഇവിടെ എനിക്ക് കിട്ടുന്ന എനർജീസ് ആണ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പറയുന്നത്. ഓക്കെ, സോ അത് നിങ്ങളുടെ ലൈഫിൽ എത്രമാത്രം റെസനേറ്റ് ആകുന്നുണ്ട് എന്ന് നിങ്ങൾ നോക്കുക. നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷനുമായിട്ട് റെസനേറ്റ് ആകുന്നുണ്ടെങ്കിൽ മാത്രം എടുക്കാനായിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ ഇവിടെ പറയുന്ന പോസിറ്റീവ് എനർജീസ് നിങ്ങൾ ക്ലെയിം ചെയ്യുക. നിങ്ങൾ എത്രത്തോളം നിങ്ങളുടെ ആ ഒരു എനർജീസ് ആണ് നിങ്ങൾ വിചാരിക്കുന്നു അത്രത്തോളം പോസിറ്റീവായിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് അത് യഥാർത്ഥത്തിൽ സംഭവിക്കും. ഓക്കെ, ഐ ക്ലെയിം മൈ പേഴ്സൺസ് കം ബാക്ക് എന്ന് നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. അല്ലെങ്കിൽ ഐ ക്ലെയിം ഡിസ്ട്രക്ഷൻ ഓഫ് ഓൾ ദ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് അല്ലെങ്കിൽ ടോക്സിക് സിറ്റുവേഷൻസ് ഫ്രം മൈ ലൈഫ് അല്ലെങ്കിൽ ഫ്രം മൈ റിലേഷൻഷിപ്പ്, ഫ്രം മൈ പേഴ്സൺസ് ലൈഫ് എന്ന് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാം. ഓക്കെ, സോ എന്ത് തന്നെ പ്രോബ്ലംസ് ഉണ്ടെങ്കിലും അത് നിങ്ങൾക്ക് ഷുവറായിട്ടും നിങ്ങളുടെ ലൈഫിൽ നിന്നും ഡിസ്ട്രോയ് ആകും അല്ലെങ്കിൽ റിലീസ് ആകും എന്ന് പരിപൂർണ വിശ്വാസത്തോടു കൂടിയും ആ ഒരു നെഗറ്റീവ് എനർജീസ് അല്ലെങ്കിൽ നെഗറ്റീവ് തോട്ട്സിനെ നിങ്ങൾക്ക് മറികടക്കാൻ സാധിക്കും. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ നിന്നും നിങ്ങൾക്ക് എടുത്തു മാറ്റാൻ സാധിക്കുമെന്ന് പരിപൂർണമായിട്ടും വിശ്വസിച്ച് നിങ്ങൾ ആത്മാർത്ഥതയോടുകൂടി പോസിറ്റീവായിട്ടുള്ള ചിന്തയോടുകൂടി കമൻറ്റ് ചെയ്യുക. ഓക്കെ, സോ വളരെ വിശ്വാസപൂർവ്വം നിങ്ങൾ ഏതൊരു ശക്തിയിലാണോ വിശ്വസിക്കുന്നത് ആ ഒരു ശക്തിയെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഈ ഒരു പോസിറ്റീവ് എനർജീസ് നിങ്ങളുടേതാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു പോസിറ്റീവ്നെസ് സംഭവിക്കുമെന്ന് തന്നെ ഷുവർ ആയിട്ടും വിശ്വസിച്ച് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ആ ഒരു മാറ്റം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരിക്കും. ഓക്കെ, സോ അതൊരു നിങ്ങൾ തന്നെ നിങ്ങൾ ക്ലെയിം ചെയ്യുകയാണ്. ആ ഒരു എനർജീസ് എൻ്റെയാണ് അല്ലെങ്കിൽ ഈശ്വരനോട് നിങ്ങൾ പറയുകയാണ് ഇത് എൻ്റെ എനർജീസ് ആണ്, എനിക്കത് സാധിച്ചു തരണമെന്ന് നിങ്ങൾ ആത്മാർത്ഥമായിട്ടും പ്രാർത്ഥിക്കുകയാണ്. സോ വീണ്ടും നിങ്ങൾ അത് എഴുതുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി നിങ്ങൾ ഷുവർ ആകുകയാണ്, നിങ്ങൾ ദൃഢമായിട്ട് തന്നെ വിശ്വസിക്കുന്നു എന്നുള്ളതാണ് അവിടെ കാണിക്കുന്നത്. അപ്പോൾ എത്രത്തോളം നിങ്ങൾ വിശ്വസിക്കുന്നു അത്രത്തോളം ഈശ്വരനിൽ നിന്നുള്ള ആ ഒരു ബ്ലെസ്സിങ്സ് നിങ്ങളുടെ ലൈഫിലേക്ക് ലഭിച്ചിരിക്കും. നിങ്ങൾ പരിപൂർണമായിട്ടും വിശ്വസിച്ചൊരു കാര്യം ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി അതിൻ്റെ ഒരു പോസിറ്റീവ് റിസൾട്ട് ഈശ്വരൻ തന്നിരിക്കും. ഓക്കെ, സോ നല്ലപോലെ ഈശ്വരനിൽ വിശ്വസിക്കുക. നല്ലപോലെ നല്ലൊരു പോസിറ്റീവ് തിങ്കിങ്ങോട് കൂടി നിങ്ങൾ നല്ല ഒരു മൈൻഡ് സെറ്റോട് കൂടി വേണം ഓരോ എനർജീസും ഓരോ പോസിറ്റീവ്നെസ്സും ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഷുവർ ആയിട്ടും നിങ്ങൾക്കത് ലഭിക്കാനുള്ള ഒരു സാധ്യത വളരെ വളരെ കൂടുതലാണ്. ഓക്കെ, സോ ഇതാണ് എനിക്ക് ഇന്നത്തെ റീഡിങ്ങിൽ കാണാൻ സാധിച്ചത്. അപ്പോൾ ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. സോ എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആകണമെന്നില്ല. നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷനുമായിട്ട് റെസനേറ്റ് ആകുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ എടുക്കാനായിട്ട് ശ്രമിക്കുക. മറ്റുള്ള കാര്യങ്ങളൊക്കെ വിട്ടേക്കുക. ഓക്കെ, അതേപോലെ തന്നെ ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ ഡെഫിനറ്റ്ലി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് വളരെയധികം ആവശ്യമാണ്. സോ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്, ജനറൽലെസ് റീഡിംഗ് ആണ്. മെയിൽ ഫീമെയിൽ ആർക്ക് വേണമെങ്കിലും റീഡിംഗ് കാണാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നന്മ മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. മേ ഗോഡ് ബ്ലസ് യു ഓൾ. ഹരേ കൃഷ്ണ.